നമ്മൾ സാധാരണ നടന്മാരുടെ ശബ്ദമൊക്കെ ചെയ്യുന്നതാണല്ലോ. ഈ ഓണം ബമ്പർ നമ്മുടെ PC ജോർജ് സാറിന് പ്രൈസ് മണി അടിക്കുകയാണ്. 25 കോടിയാണ്. 25 കോടി അടിച്ചിട്ട് പുള്ളി ഇതിൻ്റെ ഹാപ്പിനെസ് തീർക്കാൻ വേണ്ടി പുള്ളിക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പട്ടായയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. പട്ടായ ആ ഫ്ലൈറ്റിലുള്ള കുറച്ചൊരു മൂമെന്റ്സ് ആണ് ഇവിടെ ഞാൻ കാണിക്കാൻ. അപ്പൊ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലാണ്. ارجع من الطيران الإمارات رسل رقم 1 2 3 والمتوجه إلى لندن هيثرو. Ladies and gentlemen, this is Captain John speaking. We are going from Kochi to Pattaya. It will take more than 6 hours, and in the outside temperature is 45 degrees Celsius. Inside is 25 degrees Celsius. Thank you so much. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം PC ജോർജ് സാറ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിൽ ശരിക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സ്വന്തം ആള്. അപ്പോൾ എന്തായാലും ഇപ്പൊ എല്ലാവരും എയറിലാണ് പോയി. തീർച്ചയായിട്ടും. അപ്പോൾ എയറിലുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എയറുള്ള ഒരാളെന്ന നിലയ്ക്ക് PC ജോർജ് സാറിന് 2 വാക്ക് സംസാരിക്കാൻ നമ്മൾ അനുവദിക്കണ്ടേ? തീർച്ചയായിട്ടും. എന്റെ പൊന്ന് ടിരീറ്റോമേ, ഈ പട്ടായാതെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടായ ഒരു അവസ്ഥയാണ്. ഞാൻ ഒരാഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സ്ഥലം. ഞാൻ ഒരുപാട് അവിടെ പോയിട്ട് മസാജും ചവിട്ടിത്തിരിവിലൊക്കെ നടത്തിയിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ ഒത്തിരി വർഷമായി. പടച്ചോനെ, അതെന്നതായാലും PC സാറ് പറഞ്ഞത് വളരെ കറക്റ്റാ. ഞങ്ങൾ ഇടുക്കിയിലെ ഈ ലാട വൈദ്യന്മാരുടെ ചവിട്ടിത്തിരുമല ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് പട്ടായ. ഒരുപാട് നാട്ടുകാർ, ഫിലിപ്പൈൻസ് ഉണ്ട് അവിടെ, നാഗാലാൻഡ്, അതുപോലെ തന്നെ റഷ്യ, ഒരുപാട് രാജ്യക്കാരുടെ മസാജുകൾ അവിടെ നമുക്ക് പോയിട്ട് സെറ്റപ്പ് ആക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. മിസ്റ്റർ ജാഫർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ അതിലൊരു തിരുത്തുണ്ട്. ഞാൻ മുന്നേ പ്രചോദിയേട്ടൻ കേൾക്കണം. ഞാൻ മുന്നേ പട്ടായയിൽ പോയിട്ട് അവിടെ ഞാൻ പെറ്റ് പോയിട്ടുണ്ട്. അതെന്നാന്ന് അറിയണം. ഈ മസാജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ടിപ്പ് ചോദിക്കുന്നു. ടിപ്പ് ചോദിച്ച് പൈസ 240 കോടി കാശുള്ള ഞാൻ എൻ്റെ അടുത്ത് അവളെ കളിയാക്കിയിട്ടാണ് ചോദിക്കുന്നത് ടിപ്പ്. ഞാൻ കൊടുക്കില്ല. ഞാൻ എന്താ പൊട്ടനാ? ഞാൻ പൊട്ടനാ? ജീവ കേൾക്കണം. ജീവ ഒരു ചെറുപ്പക്കാരനാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ പൊട്ടനല്ല, ഞാൻ കൊടുത്തിട്ടില്ല. അവസാനം ഗുരുവിൻ്റെ കവറിൽ ഒരു കുപ്പി പുൽത്തൈലം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നെങ്ങാനും അവള് പറഞ്ഞായിരുന്നോ ബാല? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. പണ്ട് ഞാൻ പട്ടായയിൽ പോയപ്പോൾ അവിടെ മസാജൊക്കെ കഴിഞ്ഞ ഒരു തായ്ലൻഡുകാരി അങ്ങനെ പറഞ്ഞിട്ട് അപ്പൻ്റെ 16 സെന്റ് സ്ഥലം ഞാൻ എഴുതി കൊടുത്തിട്ടാണ് വന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു യാത്ര പോകാൻ പറ്റിയതിൽ. ഈ പട്ടായയിൽ പോയതെന്നൊക്കെ കൊള്ളാം, പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യത്തിൻ്റെ ഒരു ലഭ്യത എത്രത്തോളം ഉണ്ടോയെന്ന് ഒന്ന് പറഞ്ഞു തരണം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെന്തായാലും സലികുമാർ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് സെറ്റപ്പ് ടീമുണ്ട്. അവന്മാർ ഈ റൗണ്ട് ടേബിളൊക്കെ അങ്ങനെ വെച്ച് അതിനകത്തോട്ട് ഒരു 5-6 ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് അതിൽ ഒഴിച്ച്, അതും നമ്മുടെ ഈ കശുമാവിൻ്റെ വാറ്റുചാരാക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഐസൊക്കെ ഇട്ടിട്ട് അത് വേറെ ലെവലായിരിക്കും, പറയാതിരിക്കാൻ വയ്യ. ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് കൊഴുപ്പേകാൻ വേണ്ടി, ഓളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുറച്ച് പാട്ടുകാരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പാട്ടുകാരുടെ കുറച്ച് പാട്ട് കേൾക്കാം. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. പാട്ടുകാർ പാടുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആദ്യം ഞാനൊരു പാട്ട് പാടും, എന്നിട്ട് മതി ഇവിടെ പാട്ട്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പാടാം അല്ലേ? ഓക്കെ, ഒരു 8 പിടിക്കാം. സ്വരങ്ങളൊക്കെ വരുന്നില്ലല്ലോ. അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്പ് കുമാരനൂരമ്പ് നിൽമനസിൽ ഭദ്രദീപം തെളിയുന്നു മഞ്ഞളിഞ്ഞ മാർഗേന്ദു നീലാപര അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്പ് കുമാരനൂരമ്പ്. ഇതാണോടാ പന്നി നിന്റെ ഗജരാജ മുത്തിന്റെ പാട്ട്?
ഇപ്പൊ നിർത്തിക്കണം ഈ സാത്താന്റെ ഫ്ലൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിച്ച് കളയും ഞാൻ. ഇത് മുഴുവൻ വെള്ളിയാണല്ലോ. സൂര്യ, തെറ്റെന്റെ ഭാഗത്താ. ഞാൻ അയാളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്. സത്യം, ഇവിടെ അടിച്ച് കയറി വരാൻ പാട്ടുകാരും നമ്മുടെ കൂടെ മിസ്റ്റർ അഫ്സൽ വന്നിട്ടുണ്ട്. അടിപൊളി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ നമ്മ കൊച്ചിക്കാരാണല്ലോ. ആദ്യം ഞാൻ ഈ പട്ടായ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടുകാരടുത്തൊക്കെ പറഞ്ഞ് ഈ പട്ടായ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ പട്ടായ. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെയും കൂടി ഒരു പാട്ട് ഞാനിവിടെ പാടുകയാണ്. പിണക്കമെന്തേ എന്തിനാണിത്തിരി ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റ് കൊള്ളാനിറങ്ങാം. പിണക്കമെന്തേ എന്തിനാണിത്തിരി കൊഞ്ചലുകൾ ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റ് കൊള്ളാനിറങ്ങാം. ഇമെയിലിൽ കത്തെഴുതാം, ഇന്റർനെറ്റിൽ നോക്കി വരാം. ഇമെയിലിൽ കത്തെഴുതാം, ഇന്റർനെറ്റിൽ നോക്കി വരാം. പഠിത്തമൊക്കെ പഠിക്കൽ വെച്ചിട്ട് കടൽ കരച്ചെന്ന് തിരകളണ്ടടി രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഫ്ലൈറ്റ് യാത്ര പോവാണ്. അപ്പോൾ ഈ സ്വപ്നത്തിനിടയിൽ PC സാറ് കിടന്നുറങ്ങുകയാണ്. അപ്പം കാറ്റത്ത് നമ്മുടെ ഫ്ലൈറ്റ് ആടി ഒലഞ്ഞതായിട്ട് സ്വപ്നം കണ്ടിട്ട് പാരച്യൂട്ട് ഇടുന്ന ഒരു ഫീലാണ്. അപ്പോൾ പുള്ളി കട്ടിലിൽ നിന്ന് താഴോട്ട് വീഴാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നു. അനൗൺസ്മെൻറ്റ്, ലാൻഡിങ്. Ladies and gentlemen, we are landing in 20 minutes in Pattaya. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്ത് പോവാണ്. ഇത് കാട്ടിലാകപ്പാടെ ആടി ഒലയുന്നുണ്ടല്ലോ. എന്നെ ആരെങ്കിലും ഇത് പിടിക്കുന്നത്, ഞാനിത് കൊക്കയിലേക്ക് വീഴാണ്. കൊക്കയിലേക്ക് വീഴ. എൻ്റെ പൊന്നേ, സത്യം പറഞ്ഞ പട്ടായം വേണ്ട, ഒരു കോപ്പും വേണ്ട. ഏത് പന്ന ഡേഷ് പോകാൻ എന്നത് പറഞ്ഞ പട്ടായ അടിപൊളിയാണ്. ഇനി എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാലേ ഞാൻ തന്നെ പോയി കേളാം. ആരെയും ഞാൻ കൂട്ടത്തില്ല കേട്ടോ. അടിപൊളി അടിപൊളി. നല്ലതാ. സമതിനൊരു നല്ല കൈഡി. ഇതിലെ സമതം ഞാൻ ഉദ്ദേശിച്ചത്ര വന്നു അറിയില്ല. ഒരുപാട് പേരോട്ടുള്ള വിമാനയാത്ര ഗംഭീരമായിരുന്നു. അടിപൊളി അടിപൊളി. ചേട്ടാ സമതേ ചേട്ടാ അടിപൊളിയായിരുന്നു. സമതേ നന്നായിരുന്നു. താങ്ക് യു. കാര്യം കുറേ നാൾക്ക് ശേഷം വന്ന് ചെയ്തതാണ്. പിന്നെ ഒരു ആശയം കൊള്ളായിരുന്നു. പട്ടായ യാത്ര എന്ന് പറയുന്ന പല രീതിയിൽ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അഫ്സലിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഫ്സൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അനുകരിച്ച ബാലെ റിയാസ് ഖാനൊക്കെ വേറെ ഡയലോഗ്സൊക്കെ ഗംഭീരമായിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ അടിച്ച് കയറി പോയ സാധനങ്ങളൊക്കെ അതിൻ്റെ കോർത്തിണക്കിയ സാധനങ്ങളെല്ലാം കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ചെയ്തു തീർത്തു. അടിപൊളി. അതെ, ഓണം കഴിഞ്ഞെങ്കിലും ഓണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓണത്തിന്റെ ബമ്പർ കൊണ്ടുവന്നതിൻ്റെ അത് പിന്നെ രഘുചേട്ടന്റെ പാട്ട് കറക്റ്റ് അതാണ്. വെള്ളി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഗംഭീരമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നന്നായിരുന്നു. സമതേ ചേട്ടാ പുതിയൊരു പാറ്റേൺ കൊള്ളാട്ടാ. നന്നായിട്ടുണ്ട്. അതിന്റെ തുടക്കം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫ്ലൈറ്റിലുള്ള അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടാ, ഒരു താല്പര്യമില്ലായ്മയാണ്. നിങ്ങൾ ചെന്ന് പോയാ പോയി. അതൊന്നും പറയാൻ പോന്നു. കറക്റ്റ് ആണ് അത്. എമിറേറ്റ്സിന്റെ അറബി പറഞ്ഞതും അടിപൊളിയായിരുന്നു. അതെ അതെ. അല്ല ഇത് പറയുമ്പോഴേ അതാണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇങ്ങനെ പറയുള്ളൂ. ارجع من الطيران الإمارات رسالة رقم 1 2 3 والمتوجهة إلى لندن هيثرو. Ladies and gentlemen, this is Captain Sean speaking. We are going from Kochi to Pattaya. It will more than 6 hours. Everybody take care and put the seat belt. Thank you very much. ഭയങ്കര അലസതയായിരിക്കും. ഭയങ്കര അലസതയാണ്. ഞാനത് നോട്ട് ഞാൻ പലപ്പോഴും അത് ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് ചിരിച്ചറിഞ്ഞ് എന്തിനാണ് പറയണത്, നമുക്ക് വേണ്ടിയാണോ പറയണത്. അതൊരു താല്പര്യമില്ല. അത് നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ടിനിയുടെ കറക്റ്റ് ആയിരുന്നു. ടിനി ടോമിന്റെ ഒരുപാട് പേര് ഇവിടെ കോമഡി ഉത്സവത്തിൽ വന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ ആയിട്ട് തോന്നിയത് കുറച്ച് നന്നായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഭീമൻ രഘുചേട്ടൻ്റെ പാട്ട് അത് ഗംഭീരമായിരുന്നു. കാരണം അത് ഇതുവരെ ഞാൻ ആ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ആൽബമാണ് അത്. പുള്ളി അത് അഭിനയിച്ചിട്ടുണ്ട്. പാട്ട് പാടിയായി വന്നതേ ഉള്ളൂ. പക്ഷേ ഈ അനുകരിച്ച് പാടണ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ആ വെള്ളിയൊക്കെ വീഴ്ത്തിയിട്ട് അവസാനം കരച്ചിലോട്ട് പോകുന്നൊരു സാധനമായി മാറി. പിന്നെ അഫ്സല്, അയ്യോ എൻ്റെ പൊന്നെ കറക്റ്റാണ് കേട്ടോ. ഷാർപ്പ് സാധനം. നമുക്കൊന്നും ഇതൊന്നും ജഡ്ജ്മെന്റ് അല്ലട്ടോ. അത് നല്ലതെന്ന് പറയണത്. എന്തായാലും അടിപൊളി സമതേ. താങ്ക് യു.
പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ അലസന്മാരായിട്ടുള്ള, പ്രത്യേകിച്ച് സൗണ്ടിലും മോഡുലേഷനിലൊക്കെ അലസന്മാരായിട്ടുള്ള പൈലറ്റിനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എനർജറ്റിക് ആയിട്ടുള്ള ഒരു പൈലറ്റിനെ ഞങ്ങൾക്ക് ബാലച്ചേട്ടന്റെ സൗണ്ടിൽ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാം. ഓക്കെ, ബാലച്ചേട്ടനും ഭീമൻ രവിച്ചേട്ടനും രണ്ടുപേരുമാണ് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസർ. ഓക്കെ, അവർ രണ്ടുപേരാണ് ഇരിക്കുന്നത്. നമ്മൾ യാത്രക്കാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വാഹിദ് അതായത് 1, ഇസ്നൻ 2, സലാത്ത് 3. അത് അറബി അറിഞ്ഞാലേ മനസ്സിലായോ? This is Captain John Ida speaking. We are going from Calicut to എവിടെയാ സ്ഥലം? പുല്ല് മാത്രമല്ല. സമതേ, ഈ സമത അവിടെ നിന്ന് ബാലയുടെ എടുക്കുമ്പോണ്ടല്ലോ ഒരു ഫിഗർ വരണുണ്ട് കേട്ടോ. അല്ല, സമത സൽമാൻ ഖാന്റെ വോയിസ് ചെയ്യില്ലേ? ഫിഗർ ചെയ്യുമായിരുന്നല്ലോ നേരത്തെ അല്ലേ? ഫിഗർ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മാനറിസം, അതായത് സ്റ്റേജിലൊക്കെ വന്ന് നടന്നു വരുന്ന ഒരു അതൊന്നും ചെയ്യാം. മാനറിസം. ഫ്ലവേഴ്സ് ടിവിയിൽ ആദ്യമായിട്ട് ലെറ്റ്സ് വെൽക്കം ബോളിവുഡിന്റെ സൽമാൻ ഖാൻ. Assalamu alaikum. स्वागत नहीं करेगा हमारा. Well, first of all, मेरे आने कुछ कारण जो है, जीवा, प्रचोद सर, बिचुकुटन सर, नसीर सर, सब लोगों को मैं बहुत पसंद होता है. If I'm saying about my girlfriend, I'm saying her, I'm loving her, I'm talking her. Thank you very much. അടിപൊളി. അപ്പൊ സമതേ, വന്ന ഐറ്റങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സമത് ഇങ്ങോട്ട് പൈസ തരുമോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കണോ? സമത് ഫ്രീയാ. ഇത് നമ്മുടെ കുടുംബം. അപ്പൊ ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ആയിട്ട്, ഉഷാർ ഐറ്റങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. ഓക്കെ, ഇനി ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം സ്ഥലമായിട്ട് കാണുക. തീർച്ചയായിട്ടും. താങ്ക്സ് ബ്രദർ, ഒത്തിരി സന്തോഷം. താങ്ക് യു. Rega, rega, maga.